ഹലോ, ടി-ടെക്കിൻ്റെ പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ടിനി, ഞാൻ ടി-ടെക്കിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാണ്. ഹായ്, ഞാൻ സ്നേഹദാസ്, ടി-ടെക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെബ് സീലറും ഷ്രിങ്ക് ടണലും രണ്ട് കോമ്പിനേഷൻ മെഷീൻസാണ്. ഒരു സെക്കൻഡറി പാക്കേജിംഗ് മെഷീനാണ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മറക്കാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ വെബ് സീലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പറയാം, എന്താണ് വെബ് സീലർ? വെബ് സീലേഴ്സ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ലാർജ് വോള്യൂം പ്രോഡക്റ്റ്സ് സീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അതിനൊരു കണ്ടിന്യൂസ് ഫിലിം റോൾ ഉണ്ട്. ആ ഫിലിം റോൾ ഉപയോഗിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ ടൈറ്റായിട്ട് റാപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വെബ് സീലിംഗ് മെഷീൻസ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വെബ് സീലേഴ്സ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ തരുന്നൊരു മെഷീനാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വളരെ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ എടുക്കുന്ന ആൾക്ക് ഏറ്റവും സ്പീഡിൽ നമ്മളുടെ പ്രോഡക്റ്റിനെ റാപ്പ് ചെയ്ത് ടൈറ്റായിട്ട് സീൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ വെബ് സീലേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഈ മെഷീൻസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പോളി പ്രൊപ്പലൈൻ അല്ലെങ്കിൽ പോളി എത്തിലീൻ്റെ എല്ലാം ഷ്രിങ്കബിൾ ഫിലിംസ് ആണ്. ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെബ് സീലേഴ്സാണ്. ഇതൊരു വെബ് സീലർ മെഷീനാണ്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസിനെ ബണ്ടിൽ ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്ക് ആവശ്യമായ അളവിൽ ഇതിനകത്തിട്ട് ബോട്ടിൽസിനെ നിരത്തി പ്ലേസ് ചെയ്യുക. അപ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി അതിനെ ടൈറ്റായിട്ട് സീൽ ചെയ്ത് പുറത്ത് വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇനി അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ കണ്ടല്ലോ, എങ്ങനെയാണ് വെബ് സീലർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഈ വെബ് സീലറിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെഷീനും കൂടി ആവശ്യമുണ്ടല്ലോ, ഷ്രിങ്ക് ടണൽ. അപ്പോൾ എന്താ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതെ, വെബ് സീലറിനോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു മെഷീനാണ് ഷ്രിങ്ക് ടണൽ മെഷീൻസ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഹീറ്റ് ഷ്രിങ്കബിൾ ഫിലിം ഉപയോഗിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ ടൈറ്റായിട്ട് സീൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെബ് സീലറിൽ ഓൾറെഡി സീൽ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിനെ ഷ്രിങ്ക് ടണലിലൂടെ നമ്മൾ വിടുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ഈ ഫിലിമിനെ ഡീഫോം ചെയ്ത് നല്ലൊരു സീലിംഗ് ഇതിനെ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഈ ഫിലിമെല്ലാം ഷ്രിങ്കബിൾ ഫിലിംസ് ആയിരിക്കുമല്ലോ. ഇപ്പം നമ്മൾ ഈ ഷ്രിങ്ക് ടണൽ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് ചേമ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് നമ്മൾ കടത്തി വിടുമ്പോൾ ഹീറ്റ് വഴി ഇത് ഡീഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോഡക്ട്സിൻ്റെ ഷേപ്പിലായിട്ട് അത് മാറും. ഇപ്പോൾ ഫ്രജൈലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആവട്ടെ, ഏത് തന്നെ ആയാലും അതിനെ ട്രാൻസ്പോർട്ടേഷനിലേക്ക് വിടുമ്പോൾ അതിനകത്തുനിന്ന് സാധനങ്ങൾ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഡാമേജ് ഉണ്ടാവാതെ പൊടി പിടിക്കാതെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ ഈ ഷ്രിങ്ക് ടണൽ ഉപയോഗിച്ചിട്ട് അതിനെ ഷ്രിങ്ക് ചെയ്ത് ടൈറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. ഇപ്പോൾ നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ് ആവട്ടെ, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഷ്രിങ്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് സെക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ ഡാമേജ് ഒന്നും വരാതെ നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഈ ഒരു കോമ്പിനേഷനുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിനെ ഷ്രിങ്ക് ടണലിലൂടെ കടത്തിയിടുകയാണ്. അപ്പോൾ ഹീറ്റിൻ്റെ പ്രസൻസിൽ അത് ഷ്രിങ്കായി നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലേക്ക് കൺവേർട്ട് ആവുന്നത് കാണാം. ഈ പ്രോസസ്സ് വഴി നമ്മൾ പ്രോഡക്റ്റ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷനിലുണ്ടാകുന്ന ഡാമേജും അതുപോലെ തന്നെ പൊടി പിടിച്ചത് മോശമാവുന്നതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഇനി അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ കണ്ടു, ഷ്രിങ്ക് ടണലിൽ എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യമേ നമ്മൾ പരിചയപ്പെടുത്തിയ വെബ് സീലറും ഈ ഷ്രിങ്ക് ടണലും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് വർക്ക് ചെയ്യുന്നത്. അതുവഴി നമുക്ക് പല പ്രോഡക്ട്സിനെ റാപ്പ് ചെയ്ത് ഷ്രിങ്ക് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് അത് വളരെ സേഫായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സെക്കൻഡറി മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ മേജർ ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന സ്റ്റൈലിൽ അവർക്ക് പെട്ടെന്ന് റിയൽ ലൈഫിൽ അവർ കണ്ടെത്താൻ സാധിക്കുന്ന 1-2 ആപ്ലിക്കേഷൻസ് ഒന്ന് പറയാമോ? ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോഡക്റ്റാണ് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കേസായിട്ട് ഷ്രിങ്ക് റാപ്പ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒരു 5 നമ്പേഴ്സ് അല്ലെങ്കിൽ 10 നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഷ്രിങ്ക് ടണലിൽ ഉപയോഗിച്ച് ഷ്രിങ്ക് ചെയ്ത് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ വാങ്ങുമ്പോൾ അതും ഇതുപോലെ ഷ്രിങ്ക് റാപ്പ് ചെയ്താണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ക്രോക്കറി ഐറ്റംസ്, ബുക്സ്, ഇതെല്ലാം റിയൽ ലൈഫിൽ നമ്മുടെ മുമ്പിലുള്ള എക്സാമ്പിൾസാണ്. അപ്പോൾ നമ്മുടെ വെബ് സീലറും ഷ്രിങ്ക് ടണലും അടങ്ങുന്ന ഒരു സെക്കൻഡറി പാക്കേജിംഗ് മെഷീൻ്റെ കോംബോ നമ്മൾ പരിചയപ്പെട്ടു. ഇതിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ വീഡിയോസ്, കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.